നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ആറാലുമൂട് എന്ന സ്ഥലത്ത് ഗോപൻ സ്വാമി എന്നയാളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളും ഇതുവരെയുള്ള സംഭവ വികാസങ്ങളും എല്ലാം വാർത്തകളിലൂടെ നിങ്ങൾ വിശദമായി അറിഞ്ഞു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ്. ബാലരാമപുരം ആറാലുമൂട് ഗോപൻ സ്വാമി മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്ന പരാതി. ഈ വാർത്ത വന്ന് ആദ്യ കുറച്ച് മണിക്കൂറുകൾ വരെ മനുഷ്യരെല്ലാവരും ഈ വാർത്തയെ കണ്ടത് കൗതുകം നിറഞ്ഞ ഒരു വാർത്ത എന്ന രീതിയിലാണ്. ആ കമന്റ് ബോക്സുകളൊക്കെ പരിശോധിച്ചാൽ, അതായത് ആദ്യമായിട്ട് ഈ വാർത്ത വന്നപ്പോഴുള്ള കമന്റ് ബോക്സുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കുറെ പേർ അത്ഭുതം കൂറി, കുറെ പേർ ചെറുതായിട്ട് ഞെട്ടുന്നുണ്ടായിരുന്നു. ഒരു മരണ വാർത്തയാണെങ്കിൽ കൂടി ഹാസ്യം നിറഞ്ഞ കമന്റുകൾ പോലും ആ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിശ്വസനീയമായ വാർത്തകളുടെ മാരക വേർഷൻ വരെ ഉൾക്കൊള്ളാൻ പാകത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് വിശാലമായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്നും പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണല്ലോ, അങ്ങേയറ്റം അവിശ്വസനീയമായ വാർത്തകളൊക്കെയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞെട്ടൽ എന്നൊരു സംഭവം ഇപ്പോൾ അധികം പേരിലും ഉണ്ടാകാറില്ല ഇവിടെ. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വന്ന ആദ്യ റിപ്പോർട്ടിങ്ങിൽ നാട്ടുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഒരാൾ വന്ന് സംസാരിച്ചു. അദ്ദേഹമാണ് നാട്ടുകാരിൽ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇവര് നാട്ടുകാരുമായിട്ട് അധികം ബന്ധമുള്ള വ്യക്തികളൊന്നുമല്ല, അതുപോലെ തന്നെ ഈ മരണപ്പെട്ട സ്വാമി ഒരു പ്രോപ്പർ സ്വാമി ഒന്നുമല്ല, അദ്ദേഹം ചുമട്ടുതൊഴിലാളിയാണ്, യൂണിയനിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ ഞങ്ങൾക്കിതിലെ സത്യാവസ്ഥ അറിയണം, ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞില്ല, പോസ്റ്റർ കണ്ടപ്പോഴാണ് അറിഞ്ഞത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നാടുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരല്ല, എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയേണ്ട ആവശ്യം ഞങ്ങൾ നാട്ടുകാരെ നല്ല രൂപത്തിലേക്കുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു പ്രോപ്പർ സ്വാമി അല്ല, അദ്ദേഹം ചുമട്ടുതൊഴിലാളിയാണ്. എന്നിട്ടും ഈ വ്യക്തി അവിടെ വിട്ടുപോകാതെ അവിടെ തന്നെ നിൽക്കുന്നതും ആ റിപ്പോർട്ടറെ പിന്തുടർന്ന് പോകുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹം നാട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു, പ്രോപ്പർ സ്വാമിയൊന്നും അല്ല എന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് എല്ലാ ചാനലുകാരും അവിടെ എത്തുകയും ആയിരുന്നു. ഏത് ചാനൽ വെച്ചാലും ഈ ഒരു വാർത്ത മാത്രമാകുന്ന അവസ്ഥ. പക്ഷെ പല ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ മുഖം ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. പിന്നീട് ഈ ഒരു ഫ്രെയിം മൊത്തത്തിൽ മാറുകയാണ്. ഗോപൻ സ്വാമിയുടെ സമാധിയുടെ സത്യാവസ്ഥ ഞങ്ങൾക്കറിയണം എന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരുടെ നിഷ്കളങ്കതയല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം പോകുകയായിരുന്നു പതുക്കെ. അതായത് ഒരു വർഗീയ ലഹളയ്ക്ക് തന്നെ തുടക്കം കുറിക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ്, ഹിന്ദുവായാലും മുസ്ലിമായാലും എല്ലാം ഞങ്ങൾക്ക് ഒന്നുപോലെയാണ്. പ്രവർത്തനവും ചെയ്യട്ടെ, അവിടെ കോവിലോ എന്തോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടെ, അതിനൊന്നും പ്രശ്നമല്ല. ഈ പല പ്രശ്നങ്ങളും ഉണ്ടായി കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇതെങ്ങനെയാണ് തുടങ്ങിയത്, ഇതാരാണ് തുടങ്ങി വെച്ചത്? ആർക്കും ധാരണ കാണില്ല. അപ്പോഴൊരു വലിയ പ്രശ്നം അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ആ പ്രശ്നത്തെ ഏറ്റുപിടിക്കാൻ ആളുകൾ കാണും, തമ്മിൽ തല്ലാൻ ആളുകൾ കാണും, പരിഹരിക്കാൻ കുറെ പേര് വരും. ഈ പ്രശ്നം ആരാ തുടങ്ങി വെച്ചതെന്ന് ആർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായത്. സമാധിയുടെ ദുരൂഹത അറിയണം എന്ന ആവശ്യത്തിൽ നിന്ന് അത്രയും സമയം നിന്നതിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ് വർഗീയത. ഇത് ഖബറാണെങ്കിൽ നിങ്ങൾ പൊളിക്കില്ലായിരുന്നോ? ഇത് സമാധിയാണെങ്കിൽ നിങ്ങൾ പൊളിക്കുമോ? ഇവിടെ ഹിന്ദു ധർമ്മമില്ലേ? അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാവരും വരുന്നു, RSS വരുന്നു, ഇങ്ങനെ ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ഒരു വിഷയം ഇങ്ങനെ വന്നത്? നാട്ടുകാർ അല്ലെങ്കിൽ പൊതുസമൂഹം, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഹൈന്ദവ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, അതിലൊക്കെ വിശ്വസിച്ച് പോരുന്ന ഹിന്ദുക്കൾ പോലും ആ സമാധി പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന അഭിപ്രായത്തോട് യോജിച്ചവർ തന്നെയാണ്. കാരണം ഏത് വിശ്വാസങ്ങളെ പിന്തുടരുന്നവരാണെങ്കിലും, എത്ര വലിയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരാണെങ്കിലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഒരു തർക്കത്തിന് പോലുമുള്ള വകുപ്പില്ല, തർക്കിക്കേണ്ട ആവശ്യമേ ഇല്ല, അതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. പിന്നീട് പല ചാനലുകളും കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഈ സമാധിയുടെ ദുരൂഹത എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം എന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആർക്കും ജാതിയും മതവുമില്ല. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്, ഒരു ജാതിയിലും മതത്തിലും പെടാത്തവരുമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ പൂജയും കർമ്മങ്ങളും ഒന്നും നടത്തുന്നതിൽ, കേരളത്തിൽ തന്നെ നടത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ജാതി, മതം, വർഗീയത എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചേട്ടനങ്ങ് പ്രസംഗിച്ച് തകർക്കുകയാണ്. വേറൊരു തലത്തിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ രണ്ട് തട്ടാകുന്നത് കണ്ടു, ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത് കണ്ടു, പിന്നെ പല ഹൈന്ദവ സംഘടനകളിലെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് കണ്ടു.
പ്രശ്നം വേറൊരു ലെവലിലേക്ക് മാറി. അതിപ്പം കോടതിയിൽ ചെന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി, സമാധി പൊളിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് വരെ പല ഹൈന്ദവ സംഘടനകളുടെയും അഭിപ്രായം എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ആദ്യം ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പൊ നാട്ടുകാരും പറയാത്ത ജാതി, മതം, വർഗീയത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിലൂടെ ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിലൂടെ ഈ ചേട്ടൻ എന്താണ് ലാഭം, ഇങ്ങനെ കുളം കലക്കി മീൻ പിടിക്കാൻ തയ്യാറാകുന്നതിനു പിന്നിലെ, അതിന് തുനിയുന്നതിന് പിന്നിലെ കാര്യം എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ചു, ഞാൻ അങ്ങനെ അന്വേഷിച്ചു. അപ്പോഴാണ് കൈരളി ചാനലിലെ റിപ്പോർട്ടർ ഇദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്നത് കണ്ടത്. അദ്ദേഹം അവിടുത്തെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. ഈ പ്രദേശത്തെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയം എല്ലാവർക്കും എല്ലാ പൂജയും നടത്താനുള്ള എല്ലാ അവകാശവും കേരളത്തിനകത്തുണ്ട്. എല്ലാ ജാതിയും ഇല്ല, ഇവിടെ മതവും ഇല്ല. ഇവിടെ RSS വന്നു നിന്ന് വർഗീയത കലർത്തുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ RSSകാരാണ് പ്രശ്നമുണ്ടാക്കിയത്, അവർ വർഗീയത പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ RSSലും ഈ കമ്മ്യൂണിസ്റ്റിലും ഒന്നും പെട്ട ആളല്ല കേട്ടോ, വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചേടാ ഇദ്ദേഹമാണല്ലോ ഇത്രയും നേരം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാട്ടുകാരെന്ന് പറയുന്ന സാധുക്കളായിട്ടുള്ള അടുത്തുള്ള ആളുകളൊക്കെയാണ് പറഞ്ഞത്. അവര് ഈ മക്കളെക്കുറിച്ചും ഈ സ്വാമിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ രാഷ്ട്രീയവും ജാതി മതവും ഒന്നും വേറെ ആരും പറഞ്ഞതായിട്ട് കണ്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാര്യം നിസ്സാരമാണ്, പ്രശ്നം ഗുരുതരവുമാണ്. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പൊതുസമൂഹം എപ്പോഴും ജാതിയും മതവും മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നവരാണ്. പക്ഷേ ഈ രാഷ്ട്രീയക്കാരാണ് ഇതിനിടയ്ക്ക് മുതലെടുപ്പുമായിട്ട് വരുന്നത്. ഇതിലാവശ്യമില്ലാത്ത വർഗീയത പറഞ്ഞ് ജാതിയും മതവും ഒക്കെ കൂട്ടിക്കലർത്തി വേറൊരു തലത്തിലേക്ക് സമൂഹത്തിന്റെ അവസ്ഥയെ എത്തിക്കാൻ ശ്രമിക്കുന്ന കുറെ പേരുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ഈ പ്രശ്നത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ജാതിയുടെയും മതത്തിന്റെയും ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഇതിപ്പോ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അവരുടെ സമാധിയോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ കാര്യങ്ങളോ അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അവർക്ക് അന്ധമായിട്ട് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം മാത്രമാണ്. അത് സമൂഹത്തെയോ നമ്മുടെ നിയമത്തെയോ ഒന്നും അത് ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനത്തിൽ ഒരു പ്രശ്നം പറ്റിയത്, ഈ ഉറുമ്പിനെ നമ്മൾ AK-47 ഉപയോഗിച്ച് വെടിവെച്ചല്ലല്ലോ കൊല്ലുന്നത്, ഉറുമ്പ് പൊടിയിട്ടല്ലേ കൊല്ലുന്നത്. അപ്പോൾ ഓരോന്നിനോടും സമീപിക്കേണ്ട ഓരോ രീതികളുണ്ട്. ഇവർ ഇങ്ങനെ അന്ധമായിട്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അവരോട് പറയുന്നത് ഉൾക്കൊള്ളാൻ പോലും അവർ തയ്യാറാകുന്നില്ല. മരിച്ചു എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ അവർ പൊട്ടിത്തെറിക്കുകയാണ്, സമാധി എന്ന് പറയണം. അപ്പൊ സമാധി എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ആക്രോശിക്കുകയാണ് ആ അമ്മ ഉൾപ്പെടെ. അപ്പൊ അവർ അത്രത്തോളം അന്ധമായിട്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അല്ലാതെ കുറേ പേര് അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് ഇത് തല്ലി പൊളിക്കാന്ന് പറഞ്ഞ് ചെന്നാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും പ്രായമുള്ള സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പ്രശ്നം അവിടെ നിൽക്കില്ല. ആ മക്കൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ പിന്നെയും പ്രശ്നം മാറും. മുതലെടുപ്പ് നടത്താൻ കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അതൊരു അവസരവുമാകും. അതുകൊണ്ട് ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിട്ട് കയറാതെ ഓരോരുത്തരോടും അവരുടെ റേഞ്ചിലേക്ക് ചെന്ന് അവർക്ക് സ്വീകാര്യമാകുന്ന വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുക എന്ന തന്ത്രം അത് കൈവശപ്പെടുത്താനെങ്കിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കണം. ഈ ഭൂകമ്പം മുഴുവൻ ഉണ്ടായതിനു ശേഷമാണ് എങ്കിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നമുക്കൊരു ചർച്ചയാവാം എന്ന ഒരു നിലയിലേക്ക് അവർ മാറുന്നത്. ഇത്രയും വലിയ സീനൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ തലത്തിൽ നിന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതായിരുന്നു നല്ലത്. പൊതുസമൂഹം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും നമ്മുടെ അനുഷ്ഠാനങ്ങളും ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും നമ്മുടെ കാര്യം മാത്രമാണ്. അത് മറ്റൊരാൾക്ക് നമ്മൾ ചിന്തിക്കുന്ന അതേ അർത്ഥത്തിലോ അതേ ആഴത്തിലോ മനസ്സിലാകണമെന്ന് ഇല്ല, മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നിയമത്തെ അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പിന്നെ ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകാർ ഏതൊരു പ്രശ്നത്തിനിടയിലും വന്ന് കയറിക്കൊള്ളും. ആരും വിളിക്കാതെ തന്നെ ഇവർ വന്ന് കയറും. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കും. നിലവിലുള്ള പ്രശ്നങ്ങളെ മറ്റൊരു ഡിഗ്രിയിലേക്ക് അവരെത്തിക്കുകയും ചെയ്യും. ഇത്തരക്കാരെ കൂടി കരുതിയിരിക്കുക.